ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന്റെ തൊട്ട് മുൻപത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് ഓൺവേർഡ്സ് ഉള്ള കംപ്ലീറ്റ് എപ്പിസോഡുകളും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അധ്യായം 274. അപകടം നടന്ന സ്ഥലത്തേക്ക് തന്നെ അശ്വിനെ അന്വേഷിച്ചു പോവാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവൾ തല താഴ്ത്തി മുന്നോട്ട് നടന്നു. അന്നേരവും അപരിചിതരായ ആൾക്കാരുടെ സഹായം തേടാൻ അവൾക്ക് ഭയമായിരുന്നു. ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഇടയ്ക്ക് വിശന്നപ്പോൾ അവൾ ഒരു റെസ്റ്റോറന്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറി. പോകുന്നതിനു മുൻപേ നാഥൻ അവളെ കുറച്ച് പണം ഏൽപ്പിച്ചിരുന്നു. അതേതായാലും ഈ സമയത്ത് അവൾക്ക് ഉപകാരപ്പെട്ടു. പക്ഷേ തന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവൾക്ക് നന്നേ ബുദ്ധിമുട്ട് തോന്നി. കാരണം അവൾ മനസ്സുകൊണ്ട് അത്രമാത്രം വേദനിക്കുന്നുണ്ട്. പക്ഷേ തന്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും നഷ്ടമാക്കാൻ വയ്യ. അതുകൊണ്ട് മാത്രം അവൾ ആ ഭക്ഷണം കഴിച്ചു തീർത്തു. പിന്നെ അവൾ വീണ്ടും അശ്വിനെ തേടി ഇറങ്ങി. പക്ഷേ അധിക നേരം ഇങ്ങനെ മുന്നോട്ടു പോയാൽ ശരിയാകില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു. എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു വ്യക്തമായിട്ടുള്ള പ്ലാൻ വേണം. എന്നിട്ട് സേഫ് ആയിട്ട് തന്നെ മകനെ അന്വേഷിക്കണം. ഇപ്പോ അതാണ് പ്രധാനം. തൽക്കാലം കയ്യിൽ പണം കൂടാതെ അവളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് കൂടിയുണ്ട്. അന്ന് ഗീതാമ്മയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപേ കയ്യിൽ കരുതിയതാണത്. തൽക്കാലത്തേക്ക് അത് യൂസ് ചെയ്യാമെന്ന് അവൾ കരുതി. പക്ഷേ അന്ന് എത്ര അലഞ്ഞിട്ടും സുരക്ഷിതമായി തങ്ങാൻ അവൾക്കൊരു സ്ഥലം കിട്ടിയില്ല. രാത്രിയിലെ തണുപ്പിനെ അതിജീവിക്കാൻ ഇടയ്ക്ക് അവൾ ഒരു ഗ്ലാസ് കാപ്പി വാങ്ങിച്ചു കുടിച്ചു. ആ സമയം ചിന്തകൾ അവളെ അലട്ടിയിരുന്നു. എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും അവളെ കാത്തിരിക്കുന്നത് അപകടം മാത്രമായിരുന്നു. നീലിമ ഇടയ്ക്കൊരു ഷോപ്പിംഗ് മാളിലേക്ക് കയറി പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു. അവൾ ഒരു സാധാരണക്കാരിയെ പോലെ ഒരുങ്ങി പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ മാനം ഇരുണ്ട് കറുത്തു നിൽക്കുന്നുണ്ട്. എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം അവളുടെ മനസ്സ് പോലെ. ആ രാത്രിയുടെ ഇരുട്ടിൽ അവൾ നന്നേ നിസ്സഹായയായി. ഒടുവിൽ ഒരു റെസിഡൻഷ്യൽ റിസോർട്ട് അവൾ കണ്ടെത്തി. അത് അവൾക്ക് നല്ല പരിചയമുണ്ട്. കാരണം ആ റിസോർട്ടിൽ ഭൈരവിന്റെ ഉടമസ്ഥയിലുള്ളതാണ്. തൽക്കാലത്തേക്ക് അവിടെ താമസിക്കാം. പെട്ടെന്നാർക്കും തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ അങ്ങനെയും ചിന്തിച്ചു മുന്നോട്ട് നടന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മറ്റൊരാളുടെ ഹെൽപ്പ് വേണ്ടിവരും. അതിന് ഏറ്റവും നല്ലത് ഭൈരവാണ്. പ്രത്യേകിച്ച് താമസിക്കാൻ പോകുന്നത് അവന്റെ റിസോർട്ടിൽ തന്നെയല്ലേ. അവനോട് ആദ്യം തന്നെ സംസാരിക്കുന്നതാണ് നല്ലത്. നീലിമ ആ ചിന്തയോട് നേരെ ഭൈരവിനെ വിളിച്ചു. ഭൈരവ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കുന്നത് ആരാണ് എനിക്ക് മനസ്സിലായില്ല. ഒരല്പം ദേഷ്യത്തിലാണ് അയാൾ ചോദിച്ചത്. നീലിമക്ക് നാഥൻ വാങ്ങിച്ചു കൊടുത്ത പുതിയ ഫോൺ നമ്പർ അല്ലേ. അതുകൊണ്ട് ഭൈരവിന് അവളെ പെട്ടെന്ന് മനസ്സിലായില്ല. നീലിമ പറയുന്നുണ്ട്, ഭൈരവ് ഇത് ഞാനാണ് നീലിമ, എനിക്കൊരു ഹെൽപ്പ് വേണം, അർജന്റാണ്, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നീലിമ നീയോ, നീ ഇതെവിടെയാണ്? അവൻ ഗൗരവത്തോടു കൂടി ചോദിച്ചു. ഞാനിപ്പോൾ നിങ്ങളുടെ റിസോർട്ടിന്റെ മുന്നിലാണുള്ളത്. എനിക്കിവിടെ താമസിക്കാൻ ഒരു റൂം വേണം, അറേഞ്ച് ചെയ്ത് തരാമോ? പിന്നെ എനിക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടും ഐഡന്റിറ്റി കാർഡും കൂടി ഉണ്ടാക്കി തരാമോ? അവൾ അപേക്ഷയോടെ ചോദിച്ചു. നീ എന്താ എന്നെ വല്ലാതെ മിസ് ചെയ്തോ? അതുകൊണ്ടാണോ നീ എന്നെ തേടി വന്നത്? ഞാൻ അങ്ങോട്ടേക്ക് വരണോ? അവൻ കുസൃതിയോടെ ചോദിച്ചു. അവന്റെ ചോദ്യം കേൾക്കുന്ന സമയത്തിന് നീലിമക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ തമാശ പറയരുത് ഭൈരവ്, അല്ലെങ്കിൽ തന്നെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ്. എനിക്കൊരു ഹെൽപ്പ് വേണ്ടി വന്നാൽ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു. അവൾ പറഞ്ഞു. ഓക്കെ, ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ മറക്കാതിരുന്നാ മതി, ഗൂഢമായി അയാൾ പറഞ്ഞു. അവൻ എന്തെങ്കിലും കാണാതെ ഒരാളെയും സഹായിക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇപ്പോൾ അവൾക്ക് മുന്നിൽ മറ്റു വഴിയൊന്നുമില്ല. അവൾ നിസ്സഹായതയോട് നന്ദി പറഞ്ഞു. പിന്നെ ഫോണ് കട്ട് ചെയ്തു. എന്നിട്ട് നീലിമ ഒരു ദീർഘനിശ്വാസമെടുത്ത് ആ റിസോർട്ടിലേക്ക് നോക്കി. പിന്നെ അങ്ങോട്ട് നടന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ലളിതമായ ഒരു റിസോർട്ടായിരുന്നു അത്. സിറ്റിയിലെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെയുണ്ട്. നീലിമയുടെ മനസ്സിൽ ആശ്വാസം നിറഞ്ഞു. സുരക്ഷിതമായി തങ്ങാൻ ഒരിടം കിട്ടിയല്ലോ. അവൾ ആ റിസോർട്ട് ലോബിലേക്ക് കയറി ചെന്നു. പിന്നെ ചുറ്റും നോക്കി. അപ്പോഴേക്കും റിസപ്ഷനിസ്റ്റ് അവൾക്ക് അരികിലേക്ക് വന്നിരുന്നു. മാഡത്തിന്റെ പേര് നീലിമ എന്നാണോ? അയാൾ പുഞ്ചിരിയോടുകൂടി ചോദിച്ചു. നീലിമ തലയാട്ടി. ഞാൻ ശരത്. മാഡത്തിന് വേണ്ടിയല്ലേ ഭൈരവ് സർ റൂം പറഞ്ഞത്? നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആണ്. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട സഹായമെല്ലാം ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. ശരത്ത് വീണ്ടും പറഞ്ഞു. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. റൂം ഓക്കെ അല്ലേ? നീലിമ ചോദിച്ചു. അയാൾ അതിന് മറുപടിയായി ആദരവോടെ തലയാട്ടി. പിന്നെ നീലിമയുടെ കൂടെ ചെല്ലാനായി ക്ഷണിച്ചു. അതിനിടയിൽ ഹോട്ടലിനെ പറ്റി ഒരു ആമുഖം അവൻ നീലിമക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. നിങ്ങൾ ഏത് റൂം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം മാഡം. അതിനുള്ള പെർമിഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരണമെന്ന് സർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. പിന്നെ നീലിമയ്ക്ക് ഒരു റൂം കാണിച്ചു കൊടുത്തു. ദേ, ഈ റൂം ഞങ്ങളുടെ റിസോർട്ടിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒന്നാണ്. മാഡത്തിന് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിൽ തന്നെയുണ്ട്. മാഡം ഓക്കെ അല്ലേ? അയാൾ പ്രതീക്ഷയോടെ ചോദിച്ചു. നീലിമ ആ ആഡംബരം നിറഞ്ഞ മുറിയിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയിരുന്നു. പുറമേ നിന്ന് നോക്കുന്നത് പോലെയല്ല അകത്തെ സൗകര്യങ്ങൾ. നീലിമ ചിന്തിച്ചു,
ഈ റൂം വളരെ നല്ലതാണ്, പക്ഷേ എനിക്ക് വളരെ ശാന്തമായ ഒരാൾക്ക് മാത്രം താമസിക്കാനുള്ള റൂം മാത്രം മതിയാവും. ഇത്തരം ലക്ഷറി റൂമിന്റെ ഒന്നും ആവശ്യമില്ല. നീലിമ മറുപടി നൽകി. മാഡം, നിങ്ങൾക്ക് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് റൂം തന്നെ തരണമെന്ന് ഭൈരവ് സാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ റൂമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അവർ ആശങ്കയോടെ ചോദിച്ചു. അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ റൂം നല്ലത് തന്നെയാണ്, പക്ഷേ എനിക്ക് ചെറിയൊരു റൂം മതി. ശാന്തമായൊരു സ്ഥലം. ഇത്രയും ഫെസിലിറ്റീസ് ഒന്നും വേണമെന്നില്ല. പ്ലീസ്, അവൾ റിക്വസ്റ്റ് ചെയ്തു. പിന്നെ ഭൈരവ് എനിക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾക്കൊക്കെ താങ്ക്സ് പറയണം. നിങ്ങളുടെ ഹെൽപ്പിനും താങ്ക്സ് ഉണ്ട് കേട്ടോ, നീലിമ നന്ദിയോടെ പറഞ്ഞു. ഞങ്ങൾക്ക് ഭൈരവ് സാറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. പിന്നെ മാഡത്തിന്റെ കംഫർട്ട് നോക്കണമല്ലോ. അതുകൊണ്ട് മാഡം പറഞ്ഞതുപോലെ ആകട്ടെ. ശരത് അതും പറഞ്ഞു നേരെ മുന്നോട്ട് നടന്നു. പിന്നാലെ നീലിമയുമുണ്ട്. അവര് രണ്ടുപേരും മറ്റൊരു റൂമിന്റെ മുൻപിലാണ് ചെന്ന് നിന്നത്. നീലിമ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു റൂമായിരുന്നു അത്. മാഡം, ഇത് ഓക്കെയല്ലേ? ശരത് ചോദിച്ചു. മതി ശരത്, ഇത് മതി. എനിക്ക് ഈ റൂം ഇഷ്ടമായെന്ന് നീലിമ തെളിഞ്ഞ മുഖത്തോടെ പറഞ്ഞു. ഓക്കെ മാഡം, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം. ഇപ്പോൾ ഞാൻ പോവട്ടെ. മാഡം തൽക്കാലത്തേക്ക് റെസ്റ്റ് എടുത്തോ, ശരത്ത് പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ ഒരിക്കൽ കൂടി ശരത്തിന്റെ അടുത്ത് നന്ദി പറഞ്ഞ നേരെ മുറിയിലേക്ക് പോയി. വേഗത്തിൽ തന്നെ ഫ്രഷ് ആയി കിടക്കയിൽ നിന്നും കിടന്നതും അധികം താമസിയാതെ അവൾ ഗാഠനിദ്രയിലേക്ക് വീണു. അവൾ അത്രമാത്രം ക്ഷീണിതയായിരുന്നു. ഇപ്പോൾ അവൾക്ക് ഏറ്റവും ആവശ്യം വിശ്രമമാണ്. പക്ഷേ ഉറക്കം വന്നില്ല. ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേർന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അവളെ പേടി സ്വപ്നമായിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് നീലിമയുടെ കണ്ണുകൾ ഈറഞ്ഞടിഞ്ഞിരുന്നു. അശ്വിനെ കണ്ടെത്താൻ പോലീസിനെ വിളിച്ച് സഹായം ചോദിക്കുന്നത് അത്ര എളുപ്പമല്ല. അത് അവളെ തേടി നടക്കുന്നവർക്ക് നീലിമയെ കണ്ടെത്തുന്നതിന് സഹായം ചെയ്യും. ഒരുപാട് ശത്രുക്കൾ ഇപ്പോൾ അവൾക്കുണ്ട്. ഗീതാമ, വിശ്വനാഥ്, ലാവണ്യ, പിന്നെ സ്വന്തം കൂടെ പിറപ്പ്. അങ്ങനെ പോകുന്നു ശത്രുനിര. പിന്നെ പോലീസുകാരെയും അത്ര വിശ്വസിക്കാൻ വയ്യ. അവരുടെ കൂട്ടത്തിൽ പണി തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്നും അവൾ ഭയപ്പെട്ടു. ആരെയും എതിർക്കാനുള്ള ശക്തി അവൾക്കില്ലാഞ്ഞിട്ടല്ല, മരണത്തെ പേടിച്ചിട്ടുമല്ല. പക്ഷേ ഇപ്പോൾ തന്റെ കുഞ്ഞിനു വേണ്ടി സുരക്ഷിതയായി ഇരിക്കുക എന്നത് തന്നെയാണ് അവളുടെ ആവശ്യം. അച്ചു മോനെ, നിന്നെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. നിനക്കൊന്നും പറ്റില്ല. അമ്മ അത്ര വേഗം തന്നെ നിന്റെ അടുത്തേക്ക് എത്തും, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ടും നീലിമക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇതേ സമയത്തിന് സിദ്ധാർത്ഥന്റെ വീട്ടിൽ കയ്യിലൊരു ഐപോഡുമായി അശ്വിൻ അവന്റെ മുറിയിലായിരുന്നു. സിദ്ധാർത്ഥാണ് അവൻ അത് ഗിഫ്റ്റ് ചെയ്തത്. വീട്ടിൽ തനിച്ചാകുമ്പോൾ ബോറടിക്കണ്ടല്ലോ എന്നവൻ കരുതിയിരുന്നു. ഗെയിമുകൾ കളിക്കാനാണെങ്കിലും അശ്വിന് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. എപ്പോഴും തന്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വാർത്തകളുണ്ടോ എന്നവൻ തിരഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ ചെറിയ കുട്ടിയാണെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവന് മനസ്സിലാക്കിയിരുന്നു. ലാവണ്യ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്തിരുന്ന വാർത്തകൾ അവനും കണ്ടിരുന്നു. തന്റെ ഡാഡിയാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്? അവനൊന്നും തന്നെ മനസ്സിലായില്ല. അവൻ ആ വാർത്തയിൽ കാണുന്ന ലാവണ്യയുടെ മുഖം കണ്ടപ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നി. എന്തോ ആ സ്ത്രീയെ കാണുമ്പോൾ അവന്റെ ഉള്ളിൽ പേടി തോന്നി തുടങ്ങി. അവരെ ഇതുവരെ താൻ നേരിൽ കണ്ടിട്ടില്ല, യാതൊരു പരിചയവുമില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് താൻ ആ സ്ത്രീയെ ഇങ്ങനെ ഭയക്കുന്നത്? ആ കാര്യം അശ്വിന് തന്നെ അത്ഭുതമായിരുന്നു. അവന്റെ ചിന്ത ലാവണ്യയിൽ നിന്നും സിദ്ധാർത്ഥിലേക്ക് എത്തി. ഇനിയിപ്പോൾ തന്റെ കൂടെയുള്ളത് തന്റെ ഡാഡി തന്നെയാണ്. അപ്പോ ഇവരെന്റെ അടുത്ത് കള്ളം പറയുകയായിരുന്നോ? പക്ഷേ അയാളൊരു ചീത്തയാളായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല, അവൻ ചിന്തിച്ചു. കാരണം സിദ്ധാർത്ഥ് എപ്പോഴും അവനെ നന്നായിട്ട് തന്നെ പരിപാലിച്ചിരുന്നു. ഈ ചിന്തകളെല്ലാം അവൻ മാറ്റിവെച്ചു. ഇപ്പോൾ അവന് അമ്മയെ കണ്ടെത്തണമെന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ്. അമ്മയെ അവൻ ഫോണിൽ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടാറില്ല. താൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തത് എന്താണെന്നുള്ള കാര്യം അവൻ ഒരിക്കൽ സിദ്ധാർത്ഥിനോട് ഡാഡിയോട് ചോദിച്ചിരുന്നു. അമ്മ വിദേശത്തേക്ക് പോയതാണെന്ന് സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞു. എങ്കിലും അശ്വിൻ അവന്റെ അമ്മയെ എത്രയും പെട്ടെന്ന് തന്നെ കാണണമെന്ന് തോന്നി. നീലിമയില്ലാത്ത ഈ വീട്ടിൽ അവന് വല്ലാത്ത ശ്വാസം മുട്ടുന്നുണ്ട്. അതുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വേഗം പോവണമെന്ന് അവൻ ചിന്തിച്ചു. ഉറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും അവൻ ഉറക്കം ഒട്ടും തന്നെ വരുന്നില്ലായിരുന്നു. നീലിമ മുൻപ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു, അത് അശ്വിൻ അറിയാം. അതിനാൽ അവൻ അവളുടെ അക്കൗണ്ട് നോക്കി. അടുത്തൊന്നും ആ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നില്ലെന്ന് അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അശ്വിന് നിരാശ തോന്നി. നീലിമ ആക്റ്റീവായിട്ടുള്ള സോഷ്യൽ മീഡിയകളെല്ലാം തന്നെ അശ്വിൻ അറിയാം. അവൻ അത് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തു. ഒപ്പം ഒരു അക്കൗണ്ട് ഉണ്ടാക്കി. നീലിമയുടെ പേജ് കണ്ടെത്തി അവളുടെ പോസ്റ്റുകൾ എടുത്ത് ഓരോന്നായിട്ട് വായിച്ചു. എല്ലാത്തിനും ലൈക്ക് നൽകി. അവൾ അത് കാണുമെന്ന് അശ്വിൻ വിശ്വസിച്ചു. അവളുടെ പ്രതികരണത്തിനായി അവൻ കാത്തിരുന്നു. പെട്ടെന്നാണ് വാതിലിന് പുറത്ത് ഒരു ശബ്ദം കേട്ടത്. അവൻ ഐപോഡ് മാറ്റിവെക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും സിദ്ധാർത്ഥ് അകത്ത് കയറി വന്നിരുന്നു. നീ ഇതുവരെയായിട്ടും ഉറങ്ങിയില്ലേ അച്ചു? അശ്വിനെ കട്ടിലരിലേക്ക് നടക്കുമ്പോൾ സിദ്ധാർത്ഥ് വാത്സല്യത്തോടെ ചോദിച്ചു. എനിക്കുറക്കം വരുന്നില്ല. അശ്വിൻ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചതിന് ശേഷം മറുപടി നൽകി. സിദ്ധാർത്ഥിന് അവന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റമുള്ളതായിട്ട് തോന്നി. പക്ഷേ എന്താണ് കാര്യമെന്നൊന്നും സിദ്ധാർത്ഥിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മോനെ, ഞാൻ നീ ഉറങ്ങിയോന്ന് നോക്കാൻ വന്നതാ. നേരം ഒരുപാട് വൈകിയില്ലേ?
എന്നിട്ടും നീ ഐപോഡിൽ ഇങ്ങനെ കളിച്ചിരിക്കുക. പക്ഷേ ഒരുപാട് നേരം ഇത് യൂസ് ചെയ്യുന്നത് നല്ലതല്ല, കണ്ണിന് കേടാണ്. കുട്ടികളായ കൃത്യസമയത്ത് ഉറങ്ങേണ്ടതല്ലേ, എന്നാലല്ലേ ആരോഗ്യത്തോടെ വളരാൻ കഴിയൂ. സിദ്ധാർത്ഥ ചോദിച്ചു. ഞാൻ ഇപ്പോൾ തന്നെ ഉറങ്ങാം ഡാഡി. ഡാഡിയും ഉറങ്ങണം, എന്നാലല്ലേ ഡാഡിക്കും ആരോഗ്യമുണ്ടാവൂ. അച്ചു നിഷ്കളങ്കമായി ചോദിച്ചു. സിദ്ധാർത്ഥ് അശ്വിന്റെ നെറുകിൽ മൃദുവായി ചുംബിച്ചു. പിന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടെ നിന്നും പോവാൻ ഒരുങ്ങി. പക്ഷേ അപ്പോഴേക്കും അശ്വിന്റെ കയ്യിൽ ഐപോഡ് ഇരിക്കുന്നത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു. സിദ്ധാർത്ഥിന് ആശങ്ക തോന്നി. താൻ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് വീണ്ടും ഐപോഡിൽ കളിച്ചേക്കാം. അതിനാൽ ഐപോഡ് തിരികെ എടുക്കാനായി സിദ്ധാർത്ഥ് അവന്റെ നേരെ കൈനീട്ടി. ഇത് ഉറങ്ങാനുള്ള സമയമാണ് അച്ചു. ഇനി നീ ഇതുമായിട്ട് കളിക്കരുത്, നാളെ തിരികെ തരാം, സിദ്ധാർത്ഥ് പറഞ്ഞു. ഇല്ല ഡാഡി, ഞാൻ അതിൽ കളിക്കില്ല, അച്ചു പറഞ്ഞതിനൊപ്പം ഐപോഡ് മുറുകെ പിടിച്ചു. അവന്റെ കണ്ണുകളിൽ അപേക്ഷ നിറഞ്ഞിരുന്നു. ശരി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, വാക്ക് തെറ്റിക്കരുതെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞതിനൊപ്പം അവൻ തല കുലുക്കി. ഒപ്പം ഐപോഡ് ബെഡ് സൈഡിലെ ടേബിളിൽ വെച്ചു. പിന്നെ ഉറങ്ങാനായി കിടന്നു. അപ്പോൾ മാത്രമാണ് സിദ്ധാർത്ഥ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയത്. അത് മനസ്സിലായതും അച്ചു വീണ്ടും ഐപോഡ് കയ്യിലെടുത്തു. ഇനിയും ഡാഡി വരും, ഞാൻ എന്താണ് ചെയ്യുന്നത് എങ്ങാനും ഡാഡി കണ്ടെത്തുമോ, അവൻ ഭയം തോന്നി. സിദ്ധാർത്ഥ് തന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണോ എന്ന് അശ്വിന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയെ കണ്ടെത്തുന്നതുവരെ സൂക്ഷിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ വീണ്ടും സോഷ്യൽ മീഡിയ സൈറ്റ് ഓപ്പൺ ചെയ്തു. അമ്മയുടെ എന്തെങ്കിലും റെസ്പോൺസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷയോടെ നോക്കുകയായിരുന്നു. പക്ഷേ അശ്വിന് വേണ്ടതൊന്നും തന്നെ അതിൽ നിന്നും ലഭിച്ചില്ല. വീണ്ടും ആ ഐപോഡ് ക്ലോസ് ചെയ്തു വെക്കുന്ന സമയത്തിന് അശ്വിന്റെ കണ്ണുകൾ സങ്കടം കൊണ്ട് നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന അശ്വിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇതിന് തൊട്ട് മുൻപത്തെ എപ്പിസോഡ് ഞാൻ മറ്റൊരു ചാനലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ സെക്കൻഡ് ചാനലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാട്ടെ. ഡെയിലി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സങ്കടമാവെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഓരോ ചാനലിൽ മാറി മാറി ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലെ തന്നെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.